പ്രിയ സജ്ജനങ്ങളെ, സാദര നമസ്കാരം. രാജേഷ് നാദാപുരമാണ്. NH-66 നരേന്ദ്രമോദിയുടെ ഭാരത്മാല പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന മഹത്തായ റോഡ്. മഹാരാഷ്ട്രയിലെ പൻവേലിൽ നിന്ന് കന്യാകുമാരി വരെ 1600 കിലോമീറ്റർ നീളത്തിൽ സഞ്ചരിക്കുന്ന ഈ റോഡ് നമ്മുടെ ഭാഗ്യം കൊണ്ട് 660 കിലോമീറ്റർ കേരളത്തിലൂടെ കടന്നു പോകുന്നു. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് കേവലം 6 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്തെത്തുവാൻ കഴിയുന്ന മഹത്തായ മനോഹരമായ ഒരു റോഡ്. കേവലം 6 മണിക്കൂർ 120 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുവാൻ കഴിയുന്ന റോഡ്. അതിവേഗം ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2026 മാർച്ചിന് മുമ്പ് വർക്ക് അവസാനിപ്പിച്ച് ഇത് തുറന്നു കൊടുക്കുവാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി. 16 കമ്പനികൾക്കാണ് കേരളത്തിൽ ഇതിൻ്റെ വർക്ക് കൊടുത്തത്. നമ്മുടെ ഊരാളുങ്കൽ കാസർഗോഡാണ്, അവർക്ക് 45 കിലോമീറ്റർ. മത്സരബുദ്ധിയോടുകൂടി കമ്പനികളെല്ലാം ഇതിൻ്റെ വർക്ക് വളരെ വേഗം തീർക്കുവാനുള്ള പരിശ്രമത്തിലാണുള്ളത്. എല്ലായിടത്തും പാലങ്ങൾ, ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും വരുന്നു. 120 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുവാൻ കഴിയുന്ന റോഡാകുമ്പോൾ അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ മുഴുവൻ പാലിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ റോഡ് നിർമ്മിക്കുന്നത്. ഈ റോഡ് നിർമ്മിക്കുന്ന സാമ്പത്തിക സ്രോതസ് എന്താണ്? നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമാണ് ഇത്തരം റോഡുകളെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുകയും 2017 ഇതിൻ്റെ വർക്ക് ആരംഭിക്കുകയും ചെയ്തത്. അതായത് 1 കിലോമീറ്റർ റോഡ് നിർമ്മിക്കുവാൻ 100 കോടി രൂപയാണ് ഇതിന് ശരാശരി കണക്കാക്കപ്പെടുന്നത്. കേരളത്തിൽ സ്ഥലമേറ്റെടുപ്പിന് 22,000 കോടി രൂപയും ചെലവ് വന്നു. അതായത് 88,000 കോടി രൂപ ചെലവിലാണ് കേരളത്തിലൂടെ ഈ റോഡ് കടന്നു പോകുന്നത്. അതിൽ സ്ഥലമേറ്റെടുപ്പിൻ്റെ 25% 5,250 കോടിയാണ് കേരളം നൽകേണ്ടത്. കേരളത്തിൻ്റെ സാമ്പത്തിക ബാധ്യത കൊണ്ട്, ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നതുകൊണ്ട്, ആശാ വർക്കേഴ്സിന് ശമ്പളം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കേരളത്തിന് അതുകൂടി കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. 88,000 കോടി രൂപ നിർമ്മാണ ചെലവും സ്ഥലമേറ്റെടുപ്പിൻ്റെ തുകയും അടക്കമാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതെല്ലാം നിർമ്മിക്കുന്നതും കൊടുക്കുന്നതും കേന്ദ്ര സർക്കാരുമാണ്. NH ആണ്, നാഷണൽ ഹൈവേ ആണ്. അതെപ്പോഴും ദേശീയ സർക്കാരുകളാണ് നിർമ്മിക്കുകയും ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയും നമ്മുടെ മുഖ്യമന്ത്രിയും എല്ലാം തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന 10 വർഷം കൊണ്ട് റോഡിലും ആകാശത്തിലും റെയിൽവേയിലുമെല്ലാം വലിയ വിപ്ലവം നടന്നത് ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. ഞങ്ങൾ കോഴിക്കോട് നിന്ന് രാമനാട്ടുകരയിലേക്ക് കേവലം 10 മിനിറ്റാണ് എടുത്തത്. അതായത് 100 കിലോമീറ്റർ വേഗതയിലാണ് ഇപ്പോൾ വണ്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 60 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന പ്രതീതി മാത്രമേ ഉള്ളൂ. മുമ്പ് ഈ റോഡിലൂടെ പോകുമ്പോൾ എല്ലായിടത്തും ട്രാഫിക് ബ്ലോക്കായിട്ട് ഈ കോഴിക്കോട് നിന്ന് രാമനാട്ടുകരയിലേക്ക് 1 മണിക്കൂറിലേറെ എടുത്തിരുന്ന സ്ഥാനത്താണ് ഈ മനോഹരമായ റോഡ് മോദിജി നമുക്ക് പൂർത്തീകരിക്കാൻ പോകുന്നത്. 2026 മാർച്ചോടുകൂടി ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ചെയ്യും എന്നാണ് അറിയിപ്പ്. നന്ദി, നമസ്കാരം.